ഓക്കെ, ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഈ സിലബസിനായിട്ടുള്ള മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് പോളിഫേസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് പോളിഫേസ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിലധികം ഈ ഒരു സിലബസിനകത്ത് അധികം കാര്യങ്ങൾ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് എ സി ഫണ്ടമെന്റൽസ്, അതായത് നമ്മളെ സർക്യൂട്ട്സ് അധികമില്ല, എ സി ഫണ്ടമെന്റൽസും 3 ഫേസും മാത്രമേ ശരിക്കുള്ളൂ ഈ ഒരു സിലബസിനകത്ത് നമുക്കുള്ളൂ. അപ്പോ നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്ന് പറയുന്ന ഒരു ട്രേഡ്സ്മാൻ വയർമാൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ, ഈ ഒരു സിലബസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ, ഈ സിലബസ് നടന്നിട്ടുള്ള ഒരു എക്സാം അതാണ്. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് സർക്യൂട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷെ അത് കൂടുതൽ ഡെപ്തിലേക്ക് അതിൽ പോയിട്ടില്ല. അതിൽ ജസ്റ്റ് നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സർക്യൂട്ട്സിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പവറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പവറും കാര്യങ്ങളൊക്കെ നമുക്ക് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ RLC സർക്യൂട്ട്, റെസൊണൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് സിലബസിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്യുവർ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് സർക്യൂട്ട് ഡിപെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന്, ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒക്കെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനമായിട്ടും നമ്മളെ 2020 ശേഷം നടന്നിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും അല്ലെ. നമ്മളിപ്പോ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരിക്കും 2023-24 ഒരു സിലബസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിലബസ് വെച്ചുള്ള കുറെ എക്സാമുകൾ എഴുതിയതാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് പ്യുവർ ഡയറക്റ്റ് കറന്റ് ഇൻ ഹെർട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് പ്യുവർ ഡയറക്റ്റ് കറന്റ് ഇൻ ഹെർട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് പ്യുവർ ഡയറക്റ്റ് കറന്റ് എന്നാണ് അല്ലെ. ഡയറക്റ്റ് കറന്റിന്റെ ഫ്രീക്വൻസി ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് കറന്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതാണ്. ഒരു മിനിറ്റ്, ആൻസർ മാർക്ക് ചെയ്തോളൂ. 0. ഓക്കെ, കമന്റിൽ മാർക്ക് ചെയ്തോളൂ കേട്ടോ, മെസ്സേജിൽ മാർക്ക് ചെയ്തോളൂ. അപ്പൊ എത്ര വരുന്നത് നമ്മൾ പ്യുവർ ഡയറക്റ്റ് സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താണ്, 0 ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സിലബസിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് എ സി ഡി സി തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ ഡി സിയിലുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഫ്രീക്വൻസി റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് നമ്മളെ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഡി സി കൂടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് പ്യുവർ ഡയറക്റ്റ് കറന്റ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നുണ്ടാവുക. എ സി ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ഡെഫിനിറ്റ് വാല്യൂ ആയിട്ട് പറയുന്നത് 50 ഹെർട്സ് ആണ്. കാരണം നമ്മൾ ഇന്ത്യയിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ലൈൻ വോൾട്ടേജ് ആർ അഹെഡ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഫേസ് വോൾട്ടേജ് ആർ 30 ഡിഗ്രി, 60 ഡിഗ്രി, 120 ഡിഗ്രി ആൻഡ് നൺ ഓഫ് ദ അബവ് അല്ലെ. ഇൻ എ ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ലൈൻ വോൾട്ടേജ് ആർ ഹെഡ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഫേസ് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ലൈൻ വോൾട്ടേജും അതേപോലെ തന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫേസ് വോൾട്ടേജും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫേസ് വോൾട്ടേജും തമ്മിലുണ്ടാവുന്ന ആംഗിൾ ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ലൈൻ വോൾട്ടേജും റെസ്പെക്റ്റീവ് ആയിട്ടുണ്ടാവുന്ന ഫേസ് വോൾട്ടേജും തമ്മിലുണ്ടാവുന്ന ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു 3 ഫേസ് സപ്ലൈ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ 3 ഫേസ് ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അവിടുത്തെ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിലുള്ള വോൾട്ടേജ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഓരോ ലൈനിലും വരുന്ന വോൾട്ടേജ് ആയിട്ട് നമുക്ക് പറയാം. അതായത് RYB എന്ന് 3 ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ 3 ലൈനിന് വരുന്ന വോൾട്ടേജ്, ലൈൻ വരുന്നതെന്ന് പറയുമ്പോൾ ലൈൻ ടു ലൈൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈൻ വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈൻ വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണ്, ഇവിടെ ഫേസ് വോൾട്ടേജ് ആണ്. അപ്പൊ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഫേസിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ്, അതായത് ഫേസിലും ന്യൂട്രലും കൂടെ വരുന്ന വോൾട്ടേജിനെ നമുക്ക് ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്ര എന്നുള്ളതാണ് ചോദ്യം. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്കറിയാം, സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആവുമ്പോൾ എന്താണ്, ഓക്കെ, അപ്പൊ നമുക്കറിയാം ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുണ്ടാവുന്ന ഒരു ഇതെന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ലൈൻ വോൾട്ടേജ് ഈസ് √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ് അല്ലെ. ലൈൻ വോൾട്ടേജ് VL = √3 V ഫേസ് എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ ചോദ്യം കിടക്കുന്നത്. അവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ലൈൻ വോൾട്ടേജും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിഗ്രി, അതായത് ആ ഒരു എത്ര ഡിഗ്രി ഏഡ് ആയിട്ടാണ് അത് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്കറിയാം
വി ആർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മളെ ഫേസ് വോൾട്ടേജ് ആണ് വരുന്നത്. വി ആർ വൈ എന്ന് പറയുന്നത് നമ്മളെ ലൈൻ വോൾട്ടേജ് ആണ് വരുന്നത് അല്ലെ. വി ആർ വൈ എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. അപ്പൊ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത്, അതായത് റെസ്പെക്റ്റീവ് ആയിട്ടുണ്ടാവുന്ന ലൈൻ വോൾട്ടേജും അതിന്റെ ഫേസ് വോൾട്ടേജും തമ്മിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ആ 30 ഡിഗ്രി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ VL = √3 × V ഫേസ് എന്ന് കിട്ടുന്നത് അല്ലെ. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനവിടെ ഡിറൈവ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് അങ്ങനെ കിട്ടാനുള്ള കാരണം √3 × V ഫേസ് എന്ന് കിട്ടുന്നത്. അപ്പോൾ ലൈൻ വോൾട്ടേജും അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ആംഗിൾ, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആംഗിൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും പറയാം കേട്ടോ. 30 ഡിഗ്രി ആണ് വരുന്നുണ്ടാവുക. അപ്പോ അത് നമുക്ക് സ്റ്റാർ കണക്ടറിലാവുമ്പോൾ 30 ഡിഗ്രി ആണ് അവിടെ വരുന്നത്. ഇനിയിപ്പോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഡെൽറ്റ കണക്ടറിൽ ചോദിക്കാറുണ്ട്. ഡെൽറ്റ കണക്ടറിൽ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാം, ലൈൻ കറന്റും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫേസ് കറന്റും തമ്മിൽ കേട്ടോ. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കുറച്ച് നമുക്ക് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കിട്ടും. ലൈൻ കറന്റും ഫേസ് കറന്റും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ആംഗിൾ ആണ് എന്ത് ചെയ്യുക അവിടെ ചോദിക്കുക. അപ്പൊ അതേപോലെ തന്നെയാണ് അവിടെ വരിക. അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ആംഗിൾ എടുക്കുന്ന സമയത്ത് അത് രണ്ടും, അതായത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലെ ലൈൻ വോൾട്ടേജും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഫേസ് വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര കിട്ടുന്നത്? 30 ഡിഗ്രി ആണ്. ഇനി നമ്മൾ സാധാരണ ഇത് നമുക്ക് പഠിക്കുന്നുണ്ട് അല്ലെ. 120 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 120 ഡിഗ്രി നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഓരോ ഫേസും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഓരോ ഫേസും തമ്മിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 120 ഡിഗ്രി ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ഫേസും തമ്മിൽ ഉണ്ടാവുന്ന, അതായത് ഇവിടെ കണ്ടില്ലേ, VR ഉം VY യും അതേപോലെ തന്നെ VB യും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രയാണെന്ന് പറയാം? 120 ഡിഗ്രി ആണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയാം അല്ലെ. 120 ഡിഗ്രി ആണ് അവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്ന് പറയാം. എന്നാൽ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ആണ്. അതുകൊണ്ട് അത് 30 ഡിഗ്രി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. സാറേ അപ്പൊ അതില് ലൈൻ കറന്റും ഫേസ് കറന്റും ഇൻഫേസ് ആവും. അതുകൊണ്ടാണ് അത് രണ്ട് ഈക്വൽ ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ നോക്കിയാലേ അറിയാലോ. ചോദിച്ച ചോദ്യം കേട്ടോ. ലൈൻ കറന്റും ഫേസ് കറന്റും അല്ലെ. ലൈൻ കറന്റും ഫേസ് കറന്റും നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഇതാണ് നമ്മളെ ഫേസ് കറന്റ് എന്ന് പറയുന്നുണ്ടാവുക. ഇതാണ് ഫേസ് കറന്റ്, ഇതാണ് ലൈൻ കറന്റ് എന്ന് പറയുന്നത്. അപ്പോ ഫേസ് കറന്റ് ഇങ്ങനെ വന്ന് ലൈൻ കറന്റ് ഇതേപോലെ തന്നെ പോവല്ലേ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ്, അത് രണ്ടും ഇൻഫേസ് ആണെന്ന് പറയാം. ഇൻഫേസ് ആകുമ്പോൾ അതിനിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് IL = I ഫേസ് എന്ന് വരുന്നത് കേട്ടോ. I ലൈൻ എന്ന് ഈക്വൽ ടു എന്താണ്? I ഫേസ് എന്ന് വരാനുള്ള കാരണം അതാണ്. അത് രണ്ടും ഇൻഫേസ് ആയിട്ടായിരിക്കും വരുന്നത്. 0 ഡിഗ്രി ആംഗിൾ ആയിരിക്കും അതിനിടയിൽ വരുന്നുണ്ടാവുക. വോൾട്ടേജിലാണ് മാറ്റം വരിക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഡെൽറ്റ കണക്ടറിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചു വരും കേട്ടോ. ഡെൽറ്റയിലേക്ക് വരുമ്പോൾ അതെന്താണ്, V ഫേസും I ഫേസും തമ്മിൽ, V ഫേസും അതേപോലെ തന്നെ ലൈനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, വോൾട്ടേജും തമ്മിൽ എന്തുണ്ടാവില്ല, അവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ല. അവിടെ 0 ആയിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, കറന്റിന് ആംഗിൾ ഉണ്ടായിരിക്കും. കറന്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആംഗിൾ ഡിഫറൻസ് വരുന്നുണ്ടായിരിക്കും. 30 ഡിഗ്രി തന്നെയാണ് അവിടെയും ആംഗിൾ വരുന്നത് കേട്ടോ. ഞാൻ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി അത് സ്ട്രെസ് ചെയ്ത് പറയാത്തത്. ക്വസ്റ്റ്യൻ നമുക്ക് പറയുമ്പോൾ ഒന്നുകൂടി അത് എടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ അത് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഡെൽറ്റയുടെ കാര്യത്തിൽ കറന്റിന് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും, 30 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്നാൽ സ്റ്റാറിന്റെ കാര്യത്തിൽ വോൾട്ടേജിനും ആ ഒരു ഫേസ് ഡിഫറൻസ് എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് ഇവിടെ നോക്കിയാലും മനസ്സിലാവാം. കറന്റും വോൾട്ടേജും തമ്മിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കിയെടുക്കാം അല്ല. ആ ഒരു ഫസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി, നമുക്ക് വോൾട്ടേജും കറന്റും എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആണ്, 3 ഫേസിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ എത്രയാണ്? 30 ഡിഗ്രി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ആംഗിൾ ഡിഫറൻസ് വരുന്നത്. ചോദിച്ചു ക്ലിയർ ആയല്ലോ അല്ലെ. നെക്സ്റ്റ് എന്താണ്? വൈ ഡസ് ആൻ ഇൻഡക്ടർ ഓഫർ ആൻ ഈസി പാത്ത് ടു DC and a resistive path to AC? Why does an inductor offer an easy path to DC and resistive path to AC? XL is maximum for DC and infinite for AC. XL is 0 for DC and infinite for AC. XL is 0 for DC and finite for AC. XL is maximum for DC and finite for AC. അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡക്ടർ ഓഫർ ആൻ ഈസി പാത്ത്. ഇൻഡക്ടർ ഒരു ഈസി പാത്തും DC-ക്ക് വേണ്ടി ഒരു ഈസി പാത്തും എന്നാൽ AC-ക്ക് വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റീവ് പാത്തും ഒരുക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. കാരണം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ആൻസറിൽ നമുക്കത് ക്ലിയർ ആണ്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? XL എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അല്ലെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അതായത് ഒപ്പോസിഷൻ ഡ്യൂ ടു ഇൻഡക്ടർ കാരണം ഉണ്ടാവുന്ന ഒരു ഒപ്പോസിഷൻ ആണ്, എ സി സർക്യൂട്ടിലെ ഒപ്പോസിഷൻ ആണ് നമ്മൾ എക്സൽ ആയിട്ട് പറയുന്നത്. ഈ എക്സലിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? എക്സൽ ഈസ് ഈക്വൽ ടു 2πfl എന്നാണ് എഴുതുക അല്ലെ, 2πfl എന്നാണ് എഴുതുക. അപ്പൊ 2πfl എന്ന് എഴുതുമ്പോ 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ് ഇൻറ്റു എൽ അല്ലെ, സോറി എഫ് ഇൻറ്റു എൽ ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത്? എഫ് എന്ന് പറയുന്നത് ഒരു ഡി സിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? 0 ആയിരിക്കും, ഇൻറ്റു എൽ ആണ് വരിക. അപ്പൊ അതുകൊണ്ട് ഡി സി സർക്യൂട്ടിൽ ഫ്രീക്വൻസി 0 ആവുന്നത് കൊണ്ട് അവിടുത്തെ എക്സൽ എന്ന് പറയുന്നത്, അവിടുത്തെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 0 ആവുന്നത് കൊണ്ട് 0 റിയാക്ടൻസ് അല്ലെങ്കിൽ 0 ആണ് അവിടുത്തെ ആ ഒരു ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? ആ ഒരു ഡി സിക്ക് ഈസി പാത്ത് ആണ് ഉണ്ടാവുക അല്ലെ, അതായത് കറന്റ് എന്ത് ചെയ്യും? ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവിടെ നെക്സ്റ്റ് എന്താ വരുന്നത്? എക്സൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? എ സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2πfl എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പൊ എ സിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? എക്സൽ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ പഠിക്കുന്നത്. എ സിയിൽ ഉണ്ടാവുന്ന ഒപ്പോസിഷൻ മാത്രമാണ്. ശരിക്കും ഡി സിയിൽ എന്ത് ചെയ്യുന്നില്ല? ഇൻഡക്റ്റീവ് ലോഡ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഒപ്പോസിഷൻ വരാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താ വരുന്നത്? എക്സൽ ഈസ് 0 ഫോർ ഡി സി. നമ്മൾ ഓപ്ഷൻ സി ആണ്. എക്സൽ ഈസ് 0 ഫോർ ഡി സി ആൻഡ് ഫൈനൈറ്റ് ഫോർ എ സി എന്നാണ് കേട്ടോ. ഫൈനൈറ്റ് ഫോർ എ സി എന്നാണ് വരുന്നത്. ഫൈനൈറ്റ് എന്ന് പറയാൻ കാരണം അതിനെന്താണ്? ആ ഫ്രീക്വൻസി വരുന്നതിനനുസരിച്ചിട്ടൊരു വാല്യൂ ആണ് എന്ത് ചെയ്യുക? അവിടെ വരുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് കൂടുതലാണോ കുറവാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ഫ്രീക്വൻസി എത്രയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? അവിടെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ എക്സൽ ഈസ് 0 ഫോർ ഡി സി ആൻഡ് ഫൈനൈറ്റ് ഫോർ എ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ വരുന്നുണ്ടാവുക. ക്ലിയർ ആയല്ലോ അല്ലെ? Next question. If there are 3 phases A, B and C and the rotation of field structure of a 3-phase circuit is anti-clockwise, by the angle will EMF of C lag behind A എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 180 ഡിഗ്രി, 220 ഡിഗ്രി, 240 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ദർ ആർ 3 phases, 3 phases ഉണ്ട്. 3 phases നമ്മൾ ABC എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ABC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ RYB എന്ന് വിളിക്കുന്നതിന് പകരം ABC എന്നാണ് ഇവിടെ എന്തിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ABC പറയാറില്ലേ സാധാരണ? അതിന്റെ ഒരു ഫേസ് സീക്വൻസ് പറയുന്ന സമയത്ത് നമ്മൾ ABC വെച്ചിട്ടാണ് പറയാറുള്ളത്. അപ്പോ ദ റൊട്ടേഷൻ ഓഫ് ഫീൽഡ് സ്ട്രക്ചർ ഓഫ് എ 3-phase വിൽ ബി 3-phase സർക്യൂട്ട് ഈസ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്റി ക്ലോക്ക് വൈസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ അതിന്റെ റൊട്ടേഷൻ ഫീൽഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബൈ വാട്ട് ആംഗിൾ EMF ഓഫ് സി ലാഗ് ബിഹൈൻഡ് എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സി ലാഗ് ബിഹൈൻഡ് എ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. സി ലാഗ് ബിഹൈൻഡ് എ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ABC എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലോക്ക് വൈസ് സ്ട്രക്ചർ ആയിരിക്കും തരുന്നുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് തരുന്നത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ആ 3-phase സർക്യൂട്ട് ഈസ് ആന്റി ക്ലോക്ക് വൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതൊരു ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ABC എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഇനി അത് ആന്റി ക്ലോക്ക് വൈസിലേക്ക് മാറുമ്പോൾ, അതായത് നമ്മൾ നെഗറ്റീവ് ഫേസ് സീക്വൻസ് നമുക്ക് തന്നിട്ടുള്ളത് എന്തായിരിക്കും? പോസിറ്റീവ് ഫേസ് സീക്വൻസ് ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നെഗറ്റീവ് ഫേസ് സീക്വൻസ് ആണ് അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫേസ് സീക്വൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് ഫേസ് സീക്വൻസ് ആയി വരുന്ന സമയത്ത് അതെന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ACB ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക അല്ലെ. ACB ആയിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോ ഇത് നമുക്ക് ABC എന്ന് തന്നിട്ടുള്ളത് ക്ലോക്ക് വൈസിലാണ്. ആൻഡ് ACB എന്ന് പറയുന്നത് എന്താണ്? അതാണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആംഗിൾ വിൽ EMF ഓഫ് സി ലാഗ് ബിഹൈൻഡ് എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എനെ എത്രത്തോളം ലാഗ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡയഗ്രം ഇവിടെ എടുക്കാം. ABC സീക്വൻസും ACB സീക്വൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടിനും മാർക്ക് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ABC സീക്വൻസ് ആകുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആട്ടോ, ഇത് ഇങ്ങോട്ടാണ് മാർക്കിംഗ് വരേണ്ടത്. ആൻഡ് ACB സീക്വൻസ് ആകുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വരേണ്ടത്. അത് അങ്ങോട്ടാണ് സീക്വൻസ് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ABC സീക്വൻസ് ആകുമ്പോൾ എന്താണ്? ABC അല്ലെ. നമുക്ക് എന്താണ്? എയുടെ ലാഗ് ബിഹൈൻഡ് ആയിട്ട് എന്താണ്? സി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സീക്വൻസ് പറയാം. ഇവിടെയും നമുക്ക് എന്താ വരുന്നത്? ACB ആണ് അല്ലെ. ACB എന്ന് പറയുമ്പോൾ A കഴിഞ്ഞ് C കഴിഞ്ഞ് B ആണ് എന്ത് ചെയ്യുക? വരുന്നുണ്ടാവുക. ആദ്യം A വരുന്നുണ്ട്, പിന്നെ C വരുന്നുണ്ട്, പിന്നെ B വരുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ക്ലോക്ക് വൈസിലാവുമ്പോൾ അതെന്താ വരിക? ആദ്യം A വരുന്നുണ്ട്, പിന്നെ B ആണ് നമുക്ക്, പിന്നെ എന്താണ് നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം? സിയും B ആണ് വരിക. അപ്പൊ രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എത്ര ഡിഗ്രിയാണ് അത് രണ്ട് തമ്മിൽ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്? നമ്മൾ എത്രയാണ്? A കഴിഞ്ഞിട്ട് C ആണ് എന്ത് ചെയ്യുക? അവിടെ വരുന്നുണ്ടായിരിക്കുക. അവിടെ ഫേസ് ഡിഫറൻസ് ആയിട്ട് എത്ര വരുന്നുണ്ടായിരിക്കാം?
120 ഡിഗ്രി ആണ് കേട്ടോ. ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എ കഴിഞ്ഞ് എ ആണ് ആദ്യം പോകുന്നുണ്ടായിരിക്കുക, അതിന് ബേക്കിലാണ് എന്ത് ചെയ്യുക, ബി പോകുന്നുണ്ടാവുക. അപ്പൊ രണ്ടും തമ്മിലുണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്? ABC അല്ലേ നമ്മൾ പറയുന്നത്. ABC എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എയും പിന്നെ ഇവിടെ ശരിക്കും മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ABC ഇവിടെയാണ് വരുന്നത്, ഇതിലൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ബി ആണ് വരിക, നെക്സ്റ്റ് എന്താണ്? സി ആണ് വരിക അല്ലെ, ABC എന്ന് പറയുമ്പോൾ. ABC വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫേസ് സീക്വൻസ് വരുന്നത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? അത് എത്ര ഡിഗ്രിയാണ് വരുന്നുണ്ടായിരിക്കുക? 240 ഡിഗ്രി ആണ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അത് നമ്മള് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ, ബി ആൻഡ് സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൊട്ടേഷൻ ഓഫ് ഫീൽഡ് സ്ട്രക്ചർ ഓഫ് എ 3 ഫേസ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് പറഞ്ഞിട്ടില്ല ഈ ആന്റി ക്ലോക്ക് വൈസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ABC എടുത്തിട്ട് അത് ആന്റി ക്ലോക്ക് വൈസിലേക്ക് മാറ്റരുത്. കാരണം ABC എന്ന് പറയുന്ന ആ സാധാരണ നമ്മൾ പറയുന്നത് നോർമലായിട്ട് നമ്മൾ അത് എടുക്കുമ്പോൾ എന്താണ് വരിക? ABC എന്ന് പറയുന്നത് ക്ലോക്ക് വൈസും അതിന്റെ നെഗറ്റീവ് ഫേസ് സീക്വൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ACB. അത് നമുക്ക് എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസും ആയിട്ടാണ് എടുക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവിടെ ആംഗിൾ എത്ര വരുന്നുണ്ടായിരിക്കുക? 120 ഡിഗ്രി ആണ് വരുന്നുണ്ടായിരിക്കുക. ABC ആയിരുന്നെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 240 ഡിഗ്രിയും ആയിരുന്നു കേട്ടോ, 240 ഡിഗ്രിയും ആയിരുന്നു. അപ്പൊ ഇവിടെ എത്ര ആംഗിൾ വരുന്നത്? 120 ഡിഗ്രി ആണ് ആംഗിൾ. അതാണ് 120 ഡിഗ്രി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത് തന്നെ ചോദിക്കുന്നത്, ഫേസ് സീക്വൻസ് തന്നെ ചോദിക്കുന്നതാണ്. സാധാരണ ഒരു 3 ഫേസിൽ എത്ര ഫേസ് സീക്വൻസ് നമുക്ക് വരാമെന്നുള്ളത് അല്ലെ? എത്ര ഫേസ് സീക്വൻസ് നമുക്ക് വരുന്നുണ്ടായിരിക്കും? എത്ര ഫേസ് സീക്വൻസ് ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കാം? 2 അല്ലെ? അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ABCയും ACBയും 2 ഫേസ് സീക്വൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ വരുന്നുണ്ടായിരിക്കുക. 2 ഫേസ് സീക്വൻസ് ABCയും ACB എന്ന് പറയുന്ന 2 ഫേസ് സീക്വൻസ്, ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. പിന്നെ അങ്ങനെ അല്ലെങ്കിലും പറയാം, ഒന്ന് പോസിറ്റീവ് ഫേസ് സീക്വൻസും രണ്ടാമത്തത് നെഗറ്റീവ് ഫേസ് സീക്വൻസ് എന്നും പറയാം കേട്ടോ. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ പറയുന്നുണ്ട്. അപ്പൊ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് 120 ഡിഗ്രി ആണ് അതിന്റെ ആംഗിൾ ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മള് നോർമലി ഇപ്പൊ ഈ ഒരു ഇത് തന്നെയാണ് എടുക്കേണ്ടത്, ABC എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതെ, ABC എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ്, അതായത് നമ്മളെ പോസിറ്റീവ് ഫേസ് സീക്വൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അല്ല, ഇത് നമ്മള് ABC മീൻസ് A കഴിഞ്ഞിട്ട് B ഇങ്ങനെ തന്നെയാണല്ലേ എടുക്കേണ്ടത് അല്ലേ? അതെ, അങ്ങനെ തന്നെ എടുക്കേണ്ടത് കേട്ടോ. അത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഒരു നോർമൽ സ്ട്രക്ചറിൽ പറയുന്നതാണ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3ഉം തമ്മിലുണ്ടാവുന്ന പോസിറ്റീവ് ഫേസ് സീക്വൻസ് ആണ് പറയുന്നുണ്ടാവുക. പിന്നെ നമ്മൾ അത് തന്നെയാണ് ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് എടുക്കുക. പിന്നെ RYB പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. RYB ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിന്റെ നെഗറ്റീവ് ഫേസ് സീക്വൻസ് ആണ് വരുമ്പോൾ എന്താണ്? RBY എന്ന് പറയുന്നതാണ് അതിന്റെ നെഗറ്റീവ് ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇത് രണ്ടും ഫേസ് സീക്വൻസ്. RYB എന്ന് പറയുന്ന 3 ഫേസ് ഉണ്ട്. അതിലെ നെഗറ്റീവ് ക്ലോക്ക് വൈസിൽ ഡയറക്ഷനിലുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBY ആയിരിക്കും അതിന്റെ നെഗറ്റീവ് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അങ്ങനെയാണ് 2 ഫേസ് സീക്വൻസ് നമ്മൾ എടുത്ത് പറയാം കേട്ടോ. നോർമലി നമ്മൾ അത് എടുക്കുന്നത് അങ്ങനെയാണ്, രണ്ടും തമ്മിൽ ഫേസ് സീക്വൻസ് എടുക്കുന്നത് അങ്ങനെയാണ്. Next question. The period of a wave is same as the frequency. Time required to complete one cycle expressed in ampere, none of the above. അപ്പൊ എന്താണ്? The period of wave is അല്ലെ? The period of wave is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Same as the frequency. Time required to complete one cycle expressed in ampere and none of the above. ഇതാണ് ഓപ്ഷൻസിലുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മളൊരു ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയുന്ന ഒരു ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഒരു വേവ് ഫോമിൽ എന്ത് ചെയ്യാണ്? ഒരു സൈക്കിളിന് ആവശ്യമായിട്ടുള്ള, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത് അല്ലെ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ആണ് അല്ലെ? അതായത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ വരുന്ന ടൈമാണ് എന്ത് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈമിന് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? എത്ര സൈക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ എത്ര സൈക്കിൾസ് ആണ് ഒരു സെക്കൻഡിനകത്ത് വരുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ടൈം പീരിയഡ് ആണ്. അല്ലെങ്കിൽ ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഫ്രീക്വൻസി ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണിത്. ഇത് വെച്ച് ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. നോർമൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് നമ്മൾ ഇപ്പൊ 50 ഹെർട്സ് ഒക്കെ വരികയാണെങ്കിൽ ടൈം പീരിയഡ് എത്രയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും അത്. 50 ഹെർട്സ് ഒക്കെ വരികയാണെങ്കിൽ ടൈം പീരിയഡ് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. നമുക്ക് അത് പ്രോബ്ലം ചെയ്യേണ്ട അവിടെ ആവശ്യമൊന്നുമില്ല. 50 ഹെർട്സ് വരികയാണെങ്കിൽ 0.02 ആയിരിക്കും സെക്കൻഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ടൈം പീരിയഡ് വരുന്നത്.
അതിന്റെ റിവേഴ്സ് ടൈം എന്ന് പറയുന്നത് 0.01 സെക്കൻഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. അത് നമുക്ക് സാധാരണ എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അപ്പൊ നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാവുന്നതുകൊണ്ട് ജസ്റ്റ് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം ഓർത്ത് വെക്കാം. അപ്പൊ ടൈം പീരിയഡ് ഓഫ് വേവ് ഈസ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. Reactive power drawn by a three-phase system is given by Q is equal to √3 VL cos phi, Q is equal to √3 V phase I phase cos phi, and Q is equal to √3 V phase I phase sin phi, and Q is equal to √3 VL sin phi. അല്ലെ VL sin phi. അപ്പൊ നമ്മളെ റിയാക്റ്റീവ് പവർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. റിയാക്റ്റീവ് പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? VI sin phi ആണ് നമ്മളെ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സിംഗിൾ ഫേസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ VI sin phi ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അത് ത്രീ ഫേസിലേക്ക് വരുമ്പോൾ ഫേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് ഫേസ് കറന്റ് വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് 3 V phase I phase കോസ് അല്ല സൈൻ ഫൈൻ എന്ന് പറയാം അല്ലെ. കോസ് സൈൻ ഫൈൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടില്ല 3 V phase I phase sin phi എന്ന് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഫേസിനൊക്കെ √3 വാല്യൂയിലാണ് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാണ് VL sin phi ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായ. Q is equal to √3 VL sin phi ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, an alternating voltage is given by V is equal to 30 sin 314t. The time taken by the voltage to reach -30 voltage for the first time is dash second എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. An alternating voltage is given by V is equal to 30 sin 314t. The time taken by which the voltage reach -30 voltage for the first time is dash second എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നതിൽ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് 0.02 സെക്കൻഡ്, 0.1 സെക്കൻഡ്, 0.03 സെക്കൻഡ്, 0.015 സെക്കൻഡ് എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോർമലായിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ആൻസറിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് -30 വോൾട്ടേജ് വരുന്ന ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത് V തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 sin 314t എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടുത്തെ ഒമേഗയുടെ വാല്യൂ അതുപോലെ തന്നെ VM മാക്സിമം വോൾട്ടേജിന്റെ അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. VM is equal to എന്താണ്? 30 വോൾട്ടേജ് ആണ്. ആൻഡ് ഒമേഗ is equal to എന്താ വരുന്നുണ്ടായിരിക്കാം? 314 ആണ് വരുന്നത്. ഈ ഒമേഗ 314 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒമേഗ 314 ആണ് എന്നുണ്ടെങ്കിൽ, ഒമേഗയുടെ വാല്യൂ 314 ആണ് എന്നുണ്ടെങ്കിൽ ഒമേഗ is equal to എന്താണ്? 2πf ആണ് അല്ലെ. ഒമേഗ is equal to 2πf ആണ്. അവിടുത്തെ ഫ്രീക്വൻസി ഒമേഗ 314 ആണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആയിരിക്കും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അത് കാരണം ഇനിയിപ്പോ 314 എന്ന് പറയുന്ന വാല്യൂ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ഹെർട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. 50 ഹെർട്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ ഫസ്റ്റ് ടൈം -30 വോൾട്ടേജ് ഏത് സമയത്ത് എത്തുമെന്നാണ് അല്ലെ. ഫസ്റ്റ് ടൈം -30 വോൾട്ടേജ് ഏത് സമയത്ത് എത്തുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് VM is equal to എന്താണ്? 30 വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 30 വോൾട്ടേജ് ആണ് വരുന്നത്. ഇനി ഫസ്റ്റ് ടൈം ആയിട്ട് -30 വോൾട്ടേജ് എത്തുന്ന ടൈം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു പീക്ക് വാല്യൂ ആണ് അല്ലെ. അതായത് -30 വോൾട്ടേജ് എത്തുന്നത് നെഗറ്റീവ് പീക്കിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് ടൈം അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം? -30 വോൾട്ടേജ് എത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനുള്ള ടൈം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ടോട്ടൽ ടൈം പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് നമുക്ക് ഫ്രീക്വൻസി വരുന്നത്. അതുകൊണ്ട് ടോട്ടൽ ടൈം പീരിയഡ് എന്ന് പറയുന്നത് 0.02 സെക്കൻഡ് ആയിരിക്കും അല്ലെ. 0.02 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും 0.02 സെക്കൻഡിനുള്ളിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അവിടെ രണ്ട് വാല്യൂസ് മാത്രമേ ശരിക്കും അതിനുള്ളൂ. 0.02 സെക്കൻഡിനുള്ളിൽ വരുന്നത് 0.011ഉം 0.015ഉം മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം 0.1 ആണ്. അത് 0.015 മാത്രമേ ഉള്ളൂ. വേറെ വാല്യൂ ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആൻസർ അവിടെ എന്ത് പറയാം? 0.015 ആണെന്ന് പറയാം. ഇനി ഇങ്ങനെ അല്ലാതെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കാൽക്കുലേഷൻ ചെയ്യണം അല്ലെ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു വാല്യൂ മാത്രമേ അവിടെ വരുന്നുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ എഴുതാം. ഇനി അവിടെ വാല്യൂ ഇല്ല അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഒന്നിന് കൂടുതൽ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാൽക്കുലേഷൻ ചെയ്യൽ ഉറപ്പാണ്. കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ് അല്ലെ. ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ടൈം പീരീഡ് നമ്മളൊരു സൈൻ വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വലി ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോ ഇത് ഒരു 1/4 ഫോർത്ത് പാർട്ട് ആയിരിക്കും ഇത്, 1/3 സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഇത്, ആൻഡ് 3/4 പാർട്ട് ആയിരിക്കും ഇത് വരുന്നത്, ആൻഡ് ലാസ്റ്റ് പാർട്ട് ആയിരിക്കും അത് വരുന്നുണ്ടായിരിക്കും.
അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 3/4 ഇൻറ്റു ടി എന്ന് നോക്കിയാൽ മതി അല്ലെ. 3/4 ഇൻറ്റു ടി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ 3/4 ഇൻറ്റു 0.02 എന്ത് ചെയ്താൽ മതി. ഇനി അങ്ങനെ അല്ലെങ്കിൽ 0.02 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുന്ന ടൈം എന്ന് പറയുന്നത് 0.01 ആയിരിക്കും അല്ലെ. 0.01 ആയിരിക്കും. അതിനൊപ്പം ഇതെന്താണ്, ഒരു നെക്സ്റ്റ് ഒരു ചെറിയ സൈക്കിൾ, ഒരു സൈക്കിളിന്റെ പകുതി, ഒരു ഹാഫ് സൈക്കിളിന്റെ പകുതിയും കൂടിയാണ് വരുന്നത്. അപ്പൊ എന്താണ് അവിടെ അതിന്റെ വീണ്ടും ഒരു പകുതി എന്ന് പറയുന്നത് 0.005 ആണ് വരുന്നുണ്ടാവുക. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.015 എന്നും ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ആൻസർ ആ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രീക്വൻസി ഒക്കെ മാറ്റി തരാം കേട്ടോ. ഫ്രീക്വൻസി ഒക്കെ ഇനി മാറ്റിയിട്ട് 100 ഹെർട്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ഒക്കെ തരാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആൻസർ കണ്ടുപിടിക്കുന്നത് പ്രോബ്ലം ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ഇതുപോലെ ചെയ്യാം. ആദ്യം ഓപ്ഷനിൽ നോക്കുക, നമ്മൾ ആ ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ആൻസർ എന്ത് ചെയ്യുക, മിക്കവാറും ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിന് ആൻസർ 0.015 സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം -30 വോൾട്ടേജ് വരുന്നുണ്ടാവുക. Next question. When a three-phase system is balanced, the neutral wire carries 1/4 of the current for each phase, 1/3 of the current for each phase, no current, half of the current for each phase. അല്ലെ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ത്രീ ഫേസ് സിസ്റ്റം ബാലൻസ്ഡ്, ഒരു ബാലൻസ്ഡ് ത്രീ ഫേസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ന്യൂട്രൽ വയർ ക്യാരി ചെയ്യുന്ന കറന്റ് എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്കറിയാം ബാലൻസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ ന്യൂട്രൽ വയറിൽ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത്, ന്യൂട്രൽ വയറിൽ ഉണ്ടാകുന്ന കറന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ IR എന്ന് പറയുന്ന കറന്റ്, IY എന്ന് പറയുന്ന കറന്റ്, IB എന്ന് പറയുന്ന കറന്റ് മൂന്നും കൂടി ആണെന്നുണ്ടെങ്കിൽ അവിടെ ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രൽ വയർ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അൺബാലൻസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ബാലൻസ്ഡ് സിസ്റ്റം ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് 0 കറന്റ് അല്ലെങ്കിൽ നോ കറന്റ് ആയിരിക്കും അതിലൂടെ ന്യൂട്രലിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക എന്ന് പറയാം. ഇതിപ്പോ നമ്മൾ ചോദിക്കുമ്പോഴോ സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം, അൺബാലൻസ്ഡ് ചോദിക്കാണ്. അപ്പൊ അൺബാലൻസ്ഡ് ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക. പിന്നെ നമ്മള് ഡെൽറ്റയുടെ കാര്യത്തിൽ ചോദിക്കാം. ഡെൽറ്റയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ ന്യൂട്രൽ കറന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഇല്ല അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ കറന്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് കേട്ടോ. ബാലൻസ്ഡ് ആണെങ്കിലും അത് അൺബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ത്രീ ഫേസിൽ ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആകുമ്പോൾ നോ കറന്റ് ആണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ 0 ആണ് എന്ത് ചെയ്യാം, കറന്റ് വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, how can define the form factor of an alternating supply? How can define the form factor of an alternating supply? The ratio of effective value to average value of a half cycle, the ratio of effective value to average value of a full cycle, the ratio of peak value to average value of a half cycle, the ratio of peak value to average value of a full cycle. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താ അവിടെ ഉള്ളത്? ഹൗ ക്യാൻ ഡിഫൈൻ ദ ഫോം ഫാക്ടർ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു ഓൾട്ടർനേറ്റിംഗ് സപ്ലൈയുടെ ഫോം ഫാക്ടർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, RMS വാല്യൂ, RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ് അല്ലെ. RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്ത് വന്നിട്ടുള്ളത് RMS അല്ലെങ്കിൽ RMSന് പകരം എഫക്റ്റീവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ RMSന് പകരം RMSന് മറ്റൊരു പേരാണ് നമ്മൾ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എഫക്റ്റീവ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞുള്ളത് റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ആവറേജ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഫുൾ സൈക്കിളിന്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഒരു ഫുൾ സൈക്കിളിന്റെ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള സൈൻ വേവ് ആണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിന്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ എടുക്കുക? ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ ആണ് എടുക്കുക കേട്ടോ. ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ ആണ് എടുക്കുക. ഈ എഫക്റ്റീവ് വാല്യൂവിന് അത് പ്രശ്നമല്ല. എഫക്റ്റീവ് വാല്യൂ ഇപ്പൊ ഹാഫ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് സൈക്കിൾ ആണെങ്കിലും ഒരു ഫുൾ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതൊരു കോൺസ്റ്റന്റ് സംഖ്യയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സൈൻ വേവ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈൻ വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈൻ വേവിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ്? ഫുൾ സൈക്കിൾ ആണെങ്കിൽ 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ എടുക്കുന്നുണ്ടായിരിക്കുക? ഹാഫ് സൈക്കിൾ എടുത്തിട്ടാണ് ആവറേജ് വാല്യൂ സാധാരണ കണ്ടുപിടിക്കാറുള്ളത്.
അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്താ വരിക? ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് എ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവറേജ് വാല്യൂ ഓഫ് എ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതൊരിക്കലും നമ്മൾ ഫോം ഫാക്ടർ ആവില്ല അല്ലെ. ഇത്രയാണ് നമ്മൾ ഫോം ഫാക്ടർ വരുന്നത്. ഒരു സൈൻ വേവിന്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? ഫോം ഫാക്ടർ 1.11. അതെ, 1.11 ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് അതോടെ 0 ആണ് വാല്യൂ കിട്ടുക ഓപ്ഷൻ ബിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അത് പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ എന്നാണ് പറഞ്ഞത്. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനില്ല. പീക്ക് വാല്യൂ ടു ആവറേജ് വാല്യൂ ഇല്ല. പീക്ക് വാല്യൂ ടു RMS വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു ഫാക്ടർ പറയുന്നു അല്ലെ. ഒരു ഫാക്ടറാണ് പീക്ക് ഫാക്ടർ എന്ന് പറയായിരുന്നു. നമ്മളെ മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ RMS വാല്യൂ ആണെങ്കിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ് നമ്മൾ ആൻസർ? ഓപ്ഷൻ എ ആണ്. ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് എ ഹാഫ് സൈക്കിൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഹാഫ് വേവും ഹാഫ് സൈക്കിളും ഒന്നാണോ? അതെ, ഹാഫ് വേവ് ഹാഫ് സൈക്കിളും ഒന്നാണ്. നമ്മൾ ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പൊ ഇതാണ് നമ്മൾ ഫുൾ സൈക്കിൾ എന്ന് നമ്മളിപ്പോ ഫോം ഫാക്ടർ പറയണ്ടല്ലോ. ഫോം ഫാക്ടർ നമുക്ക് അതിന്റെ ഹാഫ് വേവ് എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ലേ? ഉണ്ട്. ഹാഫ് വേവിന്റെ ഫോം ഫാക്ടർ എത്രയാണെന്നാണ്? ഹാഫ് വേവ് റെക്ടിഫൈഡിന്റെ ഫോം ഫാക്ടർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളെ റെക്ടിഫൈഡ് സിഗ്നൽ ഉണ്ടല്ലോ, അതിന്റെ ഫോം ഫാക്ടർ എത്രയാണെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക കേട്ടോ. ആ രീതിയിലാണ്. അതായത് നമ്മളെ റെക്ടിഫൈഡ് സിഗ്നൽ വരുന്നതിൽ റെക്ടിഫയർ ഹാഫ് വേവ് നമ്മൾ റെക്ടിഫയർ ഒരു സിംഗിൾ ഡയോഡ് വെച്ചുള്ള ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ടല്ലോ, ആ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫോം ഫാക്ടർ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അപ്പോ ഇതാക്കി തരാം കേട്ടോ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഇതല്ല. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒരു AC വേവ് ഫോം തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു AC വേവ് ഫോം ആണ്. പക്ഷെ അവിടെ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? ഫുൾ വേവ് എടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ സൈക്കിൾ എടുക്കരുത് എന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ഒരു 3-phase ഡെൽറ്റ കണക്റ്റഡ് സിമെട്രിക്കൽ ലോഡ് കൺസ്യൂംസ് 3000 watts ഓഫ് പവർ ഫ്രം എ ബാലൻസ്ഡ് സപ്ലൈ. If the same load is connected in star to the same supply, then power consumption will be 3000 root 3 watts, 3000 root 2 watts, 3000 watts and 1000 watts. What is the question? 3-phase star delta connected symmetrical load consumes 3000 watts. ഒരു ഡെൽറ്റ ലോഡ്, അതായത് പവർ ഡെൽറ്റയിൽ ഉണ്ടാവുന്ന പവർ എന്ന് പറയുന്നത് 3000 വാട്ട്സ് ആണ്. ഓഫ് പവർ ഫ്രം ദ ബാലൻസ്ഡ് സപ്ലൈ. ബാലൻസ്ഡ് സപ്ലൈയിലാണ് അതിന്റെ 3000 വാട്ട്സ് ആണ് വരുന്നത്. ദ സെയിം ലോഡ് ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാറിലേക്ക് കണക്ട് ചെയ്യാണ്. സെയിം ലോഡ് സ്റ്റാറിലേക്ക് കണക്ട് ചെയ്യാണ്. അങ്ങനെ സെയിം ലോഡ് സ്റ്റാറിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറിൽ ഉണ്ടാവുന്ന പവർ കൺസപ്ഷൻ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെ. സ്റ്റാറിൽ ഉണ്ടാവുന്ന പവർ കൺസപ്ഷൻ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഈ സ്റ്റാറിലും ഡെൽറ്റയിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റം, അതായത് സ്റ്റാറിൽ നോക്കുമ്പോഴും ഡെൽറ്റയിൽ നോക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ പവർ കൺസപ്ഷനിൽ വരുന്ന മാറ്റമുണ്ട്. ഇപ്പൊ സ്റ്റാറിലും ഡെൽറ്റയിലും പവർ കൺസപ്ഷനിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറിലും ഡെൽറ്റയിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സ്റ്റാറിലും ഡെൽറ്റയിലും കറന്റ് ഡിഫറെന്റ് ആണ് നമുക്കറിയാം അല്ലെ. കറന്റ് ഡിഫറെന്റ് ആണ് നമുക്കറിയാനുള്ള കാരണം നമ്മൾ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് ആ ഒരു കറന്റ് എടുക്കുന്ന കാര്യത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ കറന്റ് ഡിഫറെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നമുക്ക് അത് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം സ്റ്റാർട്ടർ വെച്ചിട്ട് പിന്നെ ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ആ കറന്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്, ഈ സ്റ്റാർട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ കറന്റ് ഡിഫറെന്റ് ആവുന്നതുകൊണ്ട് തന്നെ അതിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആണ്. അതായത് പവർ ഡെലിവർ ചെയ്യുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പവർ കൺസപ്ഷൻ സ്റ്റാറിലും ഡെൽറ്റയിലും വരുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ പവർ ഈസ് ഈക്വൽ ടു എന്താണ്? 3 into സ്റ്റാർ പവർ എന്നാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. 3 into സ്റ്റാർ പവർ എന്നാണ് വരുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്റ്റാറിലെ പവർ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ പവർ ഡിവൈഡ് ബൈ 3 എന്നാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡെൽറ്റയിൽ കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 3000 വാട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റാറിലേക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ വരുന്നുണ്ടായിരിക്കുക? സ്റ്റാറിലേക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ PY അല്ലെ, അതായത് പവർ ഇൻ സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്താണ്? പവർ ഇൻ ഡെൽറ്റ ഡിവൈഡ് ബൈ 3 ആണ് വരുന്നുണ്ടായിരിക്കുക. പവർ ഇൻ ഡെൽറ്റ ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എന്താ വരുന്നുണ്ടാവുക? ഡെൽറ്റയിലുള്ള പവർ 3000 ആണ്. 3000 ഡിവൈഡ് ബൈ 3 ആണ് വരിക. 3000 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 1000 വാട്ട്സ് ആണ് വരിക കേട്ടോ. 1000 വാട്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്?
അവിടെ ഉണ്ടാവുന്ന പവർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറിലും ഡെൽറ്റയിലും ഉണ്ടാവുന്ന പവർ കൺസപ്ഷന്റെ ആ ഒരു റിലേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പവർ ഇൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ് 3 ഇൻറ്റു പവർ ഇൻ സ്റ്റാർ ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ കറന്റിന്റെ കാര്യത്തിലും പറയുന്നത് കേട്ടോ. കറന്റും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ എന്താണ് 1000 വാട്ട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. കാരണം ആ ഒരു പവറിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് കറന്റിന്റെ ആ ഒരു ചേഞ്ച് ആണ്. കറന്റിന് ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് അവിടെ എന്താണ് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെ ആ ഇക്വാലന്റ് കൊണ്ട് ഉണ്ടാവുന്ന മാറ്റം. ആ ഒരു സ്റ്റാറിലും ഡെൽറ്റയിലും ഉണ്ടാവുന്ന മാറ്റമാണ് എന്ത് ചെയ്യുന്നത് കറന്റിനെ ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് 1000 വാട്ട്സ്. അതായത് നമ്മൾ ഡെൽറ്റയിലേക്ക് മാറ്റുന്നതിന് 1/3 ഇൻറ്റു ഡെൽറ്റ ആണ് എന്ത് ചെയ്യുന്നത് സ്റ്റാറിലെ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which of the following statement is or are correct about capacitive reactance? The opposition offered to the flow of alternating current by a capacitor. Capacitive reactance is inversely proportional to the frequency of the supply voltage. Capacitive reactance is directly proportional to the capacitance of the capacitor. And options പറഞ്ഞിട്ടുള്ള 1 and 2 only, 1 and 3 only, all of the above, 1, 2 and 3. 3 ഓൺലി. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് അല്ലെ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ എന്താണ്? എക്സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എക്സി ഈസ് ഈക്വൽ ടു 1/ωc എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അതായത് 1/ωc എന്ന് പറയുമ്പോൾ 1/2πfc എന്നാണ് വരിക അല്ലെ. 1/2πfc. അപ്പൊ എന്താ വസ്തുത ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ബൈ എ കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ് അല്ലെ. കാരണം എന്താണ്? ഒപ്പോസിഷൻ ആണ്. ഒരു കപ്പാസിറ്റർ കാരണം ഒരു AC സർക്യൂട്ടിൽ ഉണ്ടാവുന്ന, ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഒപ്പോസിഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഒരു റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് സപ്ലൈ വോൾട്ടേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മളിവിടെ നോക്കാം, നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്താണ് 2πfc എന്നാണ് വരുന്നത്. അതിനകത്ത് 2π കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് xc ഈസ് പ്രൊപ്പോർഷണൽ ടു 1/fc എന്ന് എഴുതാം അല്ലെ. അതായത് ഫ്രീക്വൻസിക്കും അതുപോലെ തന്നെ എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് സപ്ലൈ വോൾട്ടേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കത് കറക്റ്റ് ആണ് അല്ലെ. കാരണം നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷൻ അവിടെ കിട്ടുന്നുണ്ട്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണോ വരിക? അല്ല അല്ലെ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ല. അവിടെ എന്താണ് നമുക്ക് ആ ഒരു റിലേഷൻ അവിടെ കിട്ടി. എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 1 and 2 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിനകത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാരണം ഓപ്ഷൻ ബി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും എന്തല്ല, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടല്ല, സോറി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടല്ല വരിക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടാണ് വരിക. ഇത് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ കാര്യത്തിലാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം? ഇൻഡക്ടർ കാരണം ഉണ്ടാവുന്നതാണെന്ന് പറയാം അല്ലെ. രണ്ടാമത്തത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവും. കാരണം ഫ്രീക്വൻസിക്ക് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ല വരിക. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇനി ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ എന്താണ്? ഇൻഡക്ടൻസിന്റെ കാര്യത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് വരിക കേട്ടോ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടാണ് വരിക. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താ നമ്മൾ പറയാറുള്ളത്? FL എന്നാണ് പറയാറുള്ളത്. ഫ്രീക്വൻസിക്കും ഇൻഡക്റ്റീവ് റിയാക്ടൻസിനും ഇൻഡക്ടൻസിനും എന്താണ്? പ്രൊപ്പോർഷണൽ ആയിട്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ കാര്യത്തിൽ ഇതാണ് അതിന്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ കാര്യത്തിൽ XL ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു FC എന്നാണ് വരുന്നുണ്ടാവുക. ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്. ടു ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ I is equal to 40 sin 628t. Find the frequency. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അവിടെ ഒമേഗ 314 ഉള്ളത് 628 ആയി. അപ്പൊ അതിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന മാറ്റം എത്ര ആയിരിക്കും? ഇവിടെ I is equal to Im sin omega t അല്ലെ നമ്മൾ പറയാം. Im sin omega t. അതിൽ ഒമേഗ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 628 ആണ്. അപ്പൊ നേരത്തെ 314 വരുമ്പോൾ 50 ഹെർട്സ് ആണെന്ന് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ 324 വരുമ്പോ 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ 628 വരുമ്പോ
എത്ര ഹെഡ്സ് ആയിരിക്കും? 100 ഹെഡ്സ് ആയിരിക്കും കേട്ടോ. 628 വരുമ്പോൾ 100 ഹെഡ്സ് ആയിരിക്കും. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. അതിന്ന് എഫ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 ഹെഡ്സ് ആണ് കിട്ടുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. 100 ഹെഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇതും നമ്മൾ അതിന്റെ കൂടെ പഠിച്ചു വെക്കാം. 314 ആകുമ്പോൾ എത്ര വരുന്നത്? 50 ഹെഡ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 628 ആകുമ്പോൾ എത്ര വരുന്നത്? 100 ഹെഡ്സ് ആണ് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആദ്യമൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ എല്ലാവരും പഠിച്ചു വെച്ചു. ഇപ്പൊ 314 628 വാല്യൂ എന്നൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ആയിട്ട് വരാം. കാരണം ടൈം പീരിയഡ് ഒക്കെ ചോദിക്കാം. ടൈം പീരിയഡ് ചോദിക്കുമ്പോൾ എന്താ ഒരു സൈക്കിളിന്റെ ടൈം പീരിയഡ് അല്ലാതെ ചോദിക്കുന്നത് പകരമായിട്ട് 5 സൈക്കിളിന്റെ ടൈം പീരിയഡോ അല്ലെങ്കിൽ 3 സൈക്കിളിന്റെ ടൈം പീരിയഡോ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നത് മാറ്റമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യില്ല, ഈ ഒരു എത്ര സൈക്കിളാണ് അവിടെ പറയുന്നതെന്ന് നോക്കാതെ ചിലപ്പോൾ നമ്മൾ ആൻസർ എഴുതി പോകും. അപ്പൊ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, PSC ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഈ 314 അധികം 628 അധികം ചോദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് 628 എന്ത് ചെയ്യുന്നു ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് PSC ഒരു സ്ഥിരം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിൽ പെട്ടതാണ് ഇത്. ഈ 314 628 കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, ദ സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവർ ഇൻ ദ ത്രീ phase system is 0, remain constant, pulsate at twice the line frequency, pulsate at twice the line frequency. In the question, the sum of instantaneous powers in the three phase system എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണ് ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത്. നമ്മളെ ഓരോ ടൈം ഇൻസ്റ്റന്റിൽ അല്ലെ, നമ്മളൊരു വേവ് ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വേവ് ഫോമിന്റെ ഓരോ ടൈം ഇൻസ്റ്റന്റിലും വരുന്ന പവറിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് പവർ ആയിട്ട് പറയുന്നത്. അപ്പോ നമ്മളൊരു 3 phase സർക്യൂട്ടിൽ ഒരു 3 phase സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ 3 phase സിസ്റ്റത്തിലെ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 phase സിസ്റ്റത്തിലെ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കൊന്ന് ജസ്റ്റ് നോക്കി പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലെ. 3 phase സിസ്റ്റത്തിലെ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 phase സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പവർ ഇപ്പൊ ഞാൻ 3 phase സിസ്റ്റം മൊത്തമായിട്ട് വരയ്ക്കില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം ആണ് വരയ്ക്കുന്നത് കേട്ടോ. ഒരു സിംഗിൾ ഫേസ് വരയ്ക്കുകയാണ്. അപ്പൊ അതിൽ കറന്റും വോൾട്ടേജും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറന്റും വോൾട്ടേജും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് പവർ ആയിട്ട് കിട്ടുന്നത് അല്ലെ. അതിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഫാക്ടർ വരുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ, ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ കറന്റും വോൾട്ടേജും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടുത്തെ പവർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഫേസിലുള്ള പവർ അത് ഞാൻ PR എന്നെടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫേസിലുള്ള പവർ PY എന്നെടുത്തു. ആൻഡ് ദെൻ മൂന്നാമത്തെ ഫേസിലുള്ള പവർ എന്ത് ചെയ്തു, PB എന്നെടുത്തു. സോറി, PRYB നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കൂ, ഏത് സമയത്താണ് എന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാവുന്ന കറന്റും വോൾട്ടേജും ഒരേപോലെ ആയിരിക്കും. അതായത് ഒരു ഫേസിൽ ഉണ്ടാവുന്ന കറന്റും വോൾട്ടേജും എന്താണ്, അതിനുണ്ടാവുന്ന ഈ ഒരു ഫേസിന് എന്ത് ചെയ്യില്ല, ഡിഫറൻസ് വരില്ല. ഫേസ് ഡിഫറൻസ് അവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ഓരോ ടൈമിലും എന്ത് ചെയ്യില്ല, ചേഞ്ച് വരില്ല. അപ്പൊ അവിടെ കറന്റ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ആ ഒരു ഇൻസ്റ്റന്റേനിയസിൽ കിട്ടുന്ന PR എന്ന് പറയുന്ന വാല്യൂ, PY എന്ന് പറയുന്ന വാല്യൂ, PB എന്ന് പറയുന്ന വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റേത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈക്വലൈസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും അല്ലെ. അത് മറ്റേ PR എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ടെങ്കിൽ PYയും PBക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ചേഞ്ച് അവിടെ വരുന്നുണ്ടാവും. കാരണം ആ വാല്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ച് 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്, ഈക്വൽ ഫേസ് ഡിഫറൻസിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്, അതായത് സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവർ ഇൻ എ 3 phase സർക്യൂട്ട് എന്ന് പറയുന്നത്, അത് ഏത് ടൈമിന് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിനുള്ള കാരണം ഇതാണ്, 3 ഫേസും ഈക്വലി ഫേസ് ഡിഫറൻസിലാണ് വരുന്നത്. അതായത് 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ടൈം പീരീഡ് നമ്മൾ എടുക്കുന്നു, ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ ആ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാം. ഒന്ന് കുറവാണെന്നുണ്ടെങ്കിൽ മറ്റേത് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് എന്തായിരിക്കും, മൂന്നാമത്തത് വരുന്നുണ്ടാവും. മൂന്നിലും ഉണ്ടാവുന്ന ചേഞ്ച് എപ്പോഴും ഒരേപോലെയാണ് എന്ത് ചെയ്യുക, പോകുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് പവർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും 3 ഫേസിലും ഉണ്ടാവുന്ന പവർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവും കേട്ടോ. നമ്മൾ 3 phase ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ലോഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് പറയാം അല്ലെ. ഏത് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ 3 phase ലോഡ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലോഡ് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ലോഡിന് ചേഞ്ച് കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. അപ്പൊ ലോഡ് കൺസ്യൂം ചെയ്യുന്ന എപ്പോഴും എന്താണ്, ഒരേപോലെയാണ് വരുന്നുണ്ടാവുക. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവേഴ്സ് ഇൻ എ 3 phase സിസ്റ്റം, ഇൻ എ 3 phase സിസ്റ്റം, 3 phases ഇൻ എ 3 phase സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇനി അത് മാറ്റം വരുന്നത് എപ്പോഴാണ്, ഈ ഫേസ് ഡിഫറൻസിൽ എപ്പോഴെങ്കിലും മാറ്റം സംഭവിക്കുകയാണ്. അതായത് ഈ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ എപ്പോഴെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടാവുള്ളൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഇതെന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക.
കേട്ടോ. പിന്നെ ഉള്ളത് മാറ്റം എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ലോഡ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഓരോ കറന്റിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് മിക്കവാറും എന്താണ് ഈ ഒരു ഇതിൽ തന്നെ ആയിരിക്കും വരുന്നത്, ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെ ആയിരിക്കും എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കും. അപ്പൊ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവർ ഇൻ ദ 3 phase സിസ്റ്റം, 3 phase സിസ്റ്റത്തിലെയും 3 ഫേസിലെയും പവറിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈം എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും അതെന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. നമ്മളെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഒരേ ഫീൽഡ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് പവറിന്റെ കാര്യത്തിലും വരുന്നത്. എപ്പോഴും ഏത് സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ.